സാറേ ഇപ്പോൾ നമ്മൾ പല മേഖലയും കടന്നുപോയി. അപ്പോൾ സാർ അധ്യാപകനായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല നമുക്ക് സ്പർശിക്കാതെ മുന്നോട്ട് പോകൽ അസാധ്യമാണല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവർക്കും അറിയുന്നതല്ല, എല്ലാവരും അറിയാതെ പോകുന്ന, പ്രത്യേകിച്ച് സാർ പല മേഖലയിലും ഈ രംഗത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പൊതുസമൂഹം അറിയാതെ പോകുന്ന വല്ല സംഭവങ്ങൾ സാറിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് അങ്ങനെയുള്ളൊരു സംഭവത്തെ സർക്കാരിൻ്റെ ഒരു പ്രത്യേക നയവുമായി ബന്ധപ്പെടുത്തി പറയാനാണ് എനിക്ക് ആഗ്രഹം. അതായത് ഈ 70കളുടെ അവസാനത്തിലോ 80കളുടെ ആദ്യമോ ആണ് സർക്കാരിൻ്റെ ഒരു നയം, സതുദ്ദേശത്തോടെ ഇറങ്ങിയ ഒരു നയമാണ്. പക്ഷെ അത് എങ്ങനെ പ്രവൃത്തി പദത്തിൽ വരുമെന്നുള്ളതിൻ്റെ ഒരു ശരിയായ ചിന്തയില്ലാതെ ഇറങ്ങിയ ഒരു നയമായിരുന്നു. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെ കോമ്പൗണ്ടുകളിൽ പുല്ല് വെട്ടുന്നതിനൊരു നയം ഉണ്ടാക്കി. അപ്പോൾ ഈ പുല്ല് വെട്ടുന്നതിൻ്റെ നയം എന്താണെന്ന് വെച്ചാൽ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധിച്ചിട്ട് എത്രമാത്രം പ്രദേശത്ത് പുല്ല് നിൽക്കുന്നു എന്ന് അളന്നിട്ട് അത് ലേലം വിളിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു അന്ന്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ സതുദ്ദേശത്തോടെ. കാര്യം സർക്കാരിനൊരു വരുമാനമാണല്ലോ. മറ്റേത് പലപ്പോഴും ഏതെങ്കിലും ഒരു സർക്കാർ ഫണ്ടെടുത്ത ആളുകളെ നിർത്തി അത് വൃത്തിയാക്കലാണ്. അപ്പോൾ അത് അത്രയും ചിലവ് വരും. അതിന് പകരം ഇതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശം. ആ ഉത്തരവിൻ്റെ പിന്നിലെ സതുദ്ദേശം അതായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ തലസ്ഥാനത്ത് നിന്ന് ഇത്തരം ഉത്തരവുകൾ ഉണ്ടാകുമ്പോൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് പലപ്പോഴും അറിയാറില്ല. അതല്ലെങ്കിൽ ഈ ഉത്തരവ് നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ കൃത്യമായി കൃഷി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരികയും പുല്ല് അളന്ന് തിട്ടപ്പെടുത്തി ലേലം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൃത്യമായി തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതിനുണ്ടായൊരു പ്രായോഗിക ബുദ്ധിമുട്ട്, ഈ പുല്ല് കൊണ്ടുപോകുന്നത് പശുവിനോ അല്ലെ അതുപോലുള്ള മൃഗങ്ങൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ അവ എല്ലാ പുല്ലും കഴിക്കില്ല. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നത് പശുക്കൾക്കോ അതല്ലെങ്കിൽ എരുമ പോലെയുള്ള മൃഗങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന പുല്ലുകൾ മാത്രമേ. കാര്യം അങ്ങനെയുള്ളതിന് മാത്രമേ ആളുകളെ ലേലം വിളിക്കാനുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ കോളേജിലൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർ തിരുവനന്തപുരത്തെ അവരുടെ മുഖ്യ കാര്യാലയത്തിലേക്ക് എഴുതുകയൊക്കെ ചെയ്തതല്ലാതെ അതിനെ തുടർന്നുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാരാജാസിൻ്റെ പല ഭാഗങ്ങളിലും കുറ്റിക്കാടുകൾ രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമത് മഹാരാജാസ് പോലെയുള്ള ഒരു ക്യാമ്പസിൽ ഈ അന്ന് പ്രീ ഡിഗ്രിയുള്ള കാലമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സ് അവരുടെ അങ്ങനെ കത്തി നിൽക്കുന്ന പ്രായത്തിലാണ് ഒരു 5 ഏക്കർ ഭൂമിയിൽ അവിടെ ഇവിടെയായി കുറ്റിക്കാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയുണ്ട്, പിന്നെ തോട്ടാവാടിയുണ്ട്, പിന്നെ വട്ട എന്ന് പറയുന്ന അതേപോലുള്ള പല വൃക്ഷങ്ങളും ഇങ്ങനെ വളരുകയാണ്. അതൊരു തരത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പാമ്പുകൾക്കും ഒക്കെ സൗകര്യമായി. പക്ഷേ ഇവയുടെയൊക്കെ ഇടയിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നറിയില്ല. ആകെ അറിയാവുന്നത് വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ കുറ്റിക്കാട് അനങ്ങുന്നതായിട്ട്, അത് കുട്ടികളുടെ ചലനം കൊണ്ട് ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പല കഥകളും രൂപപ്പെടാൻ തുടങ്ങി.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 1989-90 സമയത്ത് മഹാരാജസിൽ പ്രിൻസിപ്പളായിരുന്ന പിന്നെ ഭാരതി ടീച്ചർ, മലയാളത്തിലെ നേരത്തെ അധ്യാപികയായിരുന്നു ഭാരതി ടീച്ചർ, എന്നോട് അധ്യാപകർ ചെന്ന് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞു. പല ദിവസം ഇങ്ങനെ പരാതി ഉണ്ടായപ്പോൾ നിർബന്ധമായും ഇത് ഡിസ്കറേജ് ചെയ്യണം എന്ന അഭിപ്രായം ഉണ്ടാവുകയും ഈ പ്രിൻസിപ്പിൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങൾ പോയി നോക്കിയിട്ട് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് അവരെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും അത് ഡിസ്കറേജ് ചെയ്യാനും വേണ്ടി ഒരു ശ്രമം നടത്തി. അത് ഈ ഒരു ദിവസം ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വേറൊരു വലിയ പ്രത്യേകത, ഈ കുട്ടികൾ ഈ കാര്യത്തിൽ അധ്യാപകരെക്കാൾ പ്രായോഗികതയുള്ളവരാണ്. അതായത് ഇവരങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചർച്ചകളാവാം, അതല്ലെങ്കിൽ സംഘടനാപരമായ എന്തെങ്കിലും കാര്യമാവാം, ഇനി അതല്ല ചിലപ്പോൾ റൊമാൻറ്റിക് കാര്യങ്ങളും ആകാം. നമുക്ക് ഈ കുറ്റിക്കാടിലായതുകൊണ്ടൊന്നും അറിയില്ല. അപ്പോൾ ടീച്ചർ ചെല്ലുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളോടെല്ലാം ഓഫീസിൻ്റെ ഭാഗത്തേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിചാരണ ഉണ്ടാവുമെന്നും അധ്യാപകരുടേതായ വിചാരണ ഉണ്ടാവുമെന്നും രക്ഷകർത്താക്കളെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരുപക്ഷെ ഈ കുട്ടികൾ പിന്നെ ഭയന്നിട്ടുണ്ടാവാം. എന്താണെന്നറിയില്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ ഉയർന്ന മുദ്രാവാക്യം വിളിയാണ് കേൾക്കുന്നത്. മുദ്രാവാക്യം വിളി എന്താണെന്ന് ചോദിച്ചാൽ, പരീക്ഷ അടുത്ത സമയത്ത് സ്വസ്ഥമായി ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാൻ അതിനുള്ള സൗകര്യം കോളേജിലില്ല. എന്നാൽ വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തിയ ഒരു സ്ഥലം പിന്നെ എല്ലാ അധ്യാപകരും പൂർണ്ണമായി പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ പിന്നീടുണ്ടാകുന്ന ആരോപണങ്ങളാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡിയിലൂടെയും ഗ്രൂപ്പ് സ്റ്റഡിയിലൂടെയും കൂടുതൽ സ്കോർ ചെയ്യാം എന്ന് കരുതി സ്വസ്ഥമായിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൾ വിഘാതം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളി തുടങ്ങി. അപ്പോൾ അവസാനം കാര്യം ക്ലാസ് നടക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികൾ ഈ പോയിരിക്കുന്നത്. അത് തന്നെ ഒരു ഡിസിപ്ലിൻ പ്രോബ്ലമാണ്. അപ്പോൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ക്യാമ്പസിൽ തന്നെയുള്ള കുറ്റിക്കാട്ടിൽ പോയി ഇരിക്കുകയും അതിനെ ഡിസ്കറേജ് ചെയ്ത് ക്ലാസ്സിലേക്ക് പോകൂ, സിനിമയിൽ പറഞ്ഞ പോലെ ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുദ്രാവാക്യം വിളിയുണ്ടായി. അവസാനം പിന്നെ പ്രിൻസിപ്പിൾ തന്നെ ഒരു അബദ്ധം പറ്റുപോലെ ആയിപ്പോയി. കാര്യം ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. ഇനി അതിനകത്ത് ആരെങ്കിലും സംഘടനാപരമായിട്ട് ഇതുള്ള ആരെങ്കിലും പെട്ടെന്നുണ്ടാക്കിയ ഒരു നർമ്മബോധമാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ അധ്യാപകരുടെ പ്രേരണയാൽ കുട്ടികളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു തുടങ്ങുന്ന പ്രിൻസിപ്പൾ തൻ്റെ അവസാനം ഒരു പ്രതിയായി മാറുന്ന കാര്യം, കുട്ടികൾക്ക് അന്നേരം ആ ഒരു അവസ്ഥയെ പിന്നെ ഇല്ലാതാക്കണം എന്നല്ലാതെ പ്രിൻസിപ്പളിനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ച് നടപടിയെടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ല. അവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ഇനി അത് ആക്ച്വലി അവിടെ സംഭവിച്ച ഗ്രൂപ്പ് സ്റ്റഡിയാണോ അതോ എന്തെങ്കിലും രാഷ്ട്രീയമായ ചർച്ചയാണോ അതോ എന്തെങ്കിലും റൊമാൻറ്റിക് കാര്യങ്ങളാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം പിന്നത് അധികം മുന്നോട്ട് പോയില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞത് ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് വലിയ സാങ്കത്യം തോന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാവാനുള്ള കാരണം സർക്കാർ ഒരു സമയത്തുണ്ടാക്കിയ ഒരു നയവും ആ നയത്തിൻ്റെ പ്രായോഗികതയെക്കുറിച്ചുള്ള തുടരന്വേഷണങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ഇങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ള വിവരം പിന്നെ മേലധികാരികളെ അറിയിച്ചിട്ട് വേണ്ടത്ര നടപടികൾ എടുക്കാതെയും ഇരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അത് ഇങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം അന്ന് ഈ
ഇന്ന് നമ്മൾ കാണുന്ന പോലെ കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിലില്ലെങ്കിൽ CDC എന്ന് പറയുന്ന സമ്പ്രദായമില്ല. ഇല്ലെങ്കിൽ അത് അങ്ങനെ രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോഴിങ്ങനെ പുല്ല് വളരുകയാണെങ്കിൽ ഈ CDC കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ CDCക്ക് കൂടിയിട്ട് ഈ പുല്ലൊക്കെ വെട്ടി മാറ്റുന്നതിന് ഈ CDCക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് കളക്ടറും കൂടി ചേർന്ന കളക്ടറും PWDയും പിന്നെ സമൂഹത്തിലെ 1-2 മാന്യന്മാരായ ആളുകളും ഒക്കെ കൂടെ ചേർന്ന സമ്മതരായ ആളുകൾ അടങ്ങിയ ഒരു കമ്മിറ്റിയാണ്. അതിനകത്ത് അധ്യാപകരുടെ പ്രതിനിധികളുണ്ടാവും, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുണ്ടാവും. ആ സമിതിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സത്യത്തിൽ 90 സമയത്ത് അതുണ്ട്. പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രവർത്തന രീതികളായി വരുന്നതേ ഉള്ളൂ. തന്നെയുമല്ല, ഇത് സംബന്ധിച്ച ഈ നയത്തിൽ പിന്നീടാണ് വ്യതിയാനം ഉണ്ടായത്. അത് ഞാനിപ്പോൾ ഈ മകരേശിലെ ഈ സംഭവം കൊണ്ടുണ്ടായിരുന്നല്ല, കേരളത്തിലെ പല കോളേജുകളിലും അന്ന് ഈ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ നയത്തിലുള്ള ഒരു അപാകത എന്ന് പറഞ്ഞത് ഈ കോമ്പൗണ്ടുകളിൽ ഉണ്ടാകുന്നതൊക്കെ പുല്ലാണെന്നും ആ പുല്ല് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നും സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥർ ചിന്തിക്കുക. അങ്ങനെയാണ് ഈ ഉത്തരവുണ്ടായത്. ഒരുപക്ഷെ അത് ഒരു തുടർ നടപടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്രയും നീണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ മറ്റൊരു അപ്പോൾ പിന്നെ CDC ഫോം ചെയ്തപ്പോഴത്തേക്ക് ഈ പുല്ലു കാലാകാലങ്ങളിൽ വെട്ടി വൃത്തിയാക്കുന്നതിന് കോളേജ് തലത്തിൽ തന്നെ നടപടി എടുക്കാം എന്നുള്ള ഒരു സമ്പ്രദായം വന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോഴും അടുത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായി. അടുത്ത ബുദ്ധിമുട്ട് എന്താ? ഒരു കാര്യം അന്ന് പ്രിൻസിപ്പളിന് പിന്നെ ഏത് വിചാരണയാണ് പിന്നെ നേരിടേണ്ടി വന്നത്? അല്ല, ഞാനത് സൂചിപ്പിച്ചല്ലോ. അതായത് ഈ അന്ന് ഈ പ്രിൻസിപ്പൾ പോയി പിന്നെ ഈ കയ്യോടെ പിടിച്ച വിദ്യാർത്ഥികൾക്ക് അവർ പിടിക്കപ്പെടരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പ്രിൻസിപ്പളിനെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ല. അപ്പോൾ അവരവിടെ എന്തായിരുന്നു ചെയ്തതെന്ന് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയാതെ പോയി. കാരണം പ്രിൻസിപ്പൾ പ്രതിയായി മാറിയല്ലോ. അപ്പോൾ അവർക്ക് ആ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവർ പിടിക്കപ്പെടരുത്. കാര്യം അവർ ക്ലാസ്സിലില്ലാതിരുന്ന ഒരു സമയത്ത് പോയി പ്രിൻസിപ്പൾ പിടിക്കുകയാണ്. അപ്പോൾ അവിടെ ചെയ്തത് രാഷ്ട്രീയ ചർച്ചയാണോ, അതോ അവിടെ എന്തെങ്കിലും റൊമാൻറ്റിക്കായ കാര്യങ്ങളാണോ, അതോ യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് സ്റ്റഡിയാണോ എന്നൊന്നും പിന്നെ ചർച്ചാ വിഷയമായില്ല. അപ്പോൾ പിന്നീട് ഈ പ്രിൻസിപ്പളിനെ പ്രേരിപ്പിച്ചു വിട്ട അധ്യാപകരുടെയും ചിന്ത പിന്നെ പ്രിൻസിപ്പൾ എതിരെ സമരം ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ അതോടുകൂടി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സാധാരണ രാഷ്ട്രീയത്തിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. യഥാർത്ഥ സ്ഥിതിയെ പിന്നെ വഴിതിരിച്ച് വിടാൻ വേണ്ടി കൃത്രിമമായിട്ട് ചില ആരോപണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുതിർന്ന രാഷ്ട്രീയക്കാർ ഇപ്പോൾ അത് ചെയ്യുന്നത് ഇവർ ഈ കലാലയ രാഷ്ട്രീയത്തിൽ തന്നെ ഇത് പ്രവർത്തിച്ച് പരിചയമാണ്. പിന്നീട് മുതിർന്ന സമയത്തും അതല്ലെങ്കിൽ മുതിർന്നവരെ കണ്ടുപഠിച്ചിട്ടായിരിക്കണം അന്നത്തെ ആ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്തത്. ഏതായാലും ക്യാമ്പസിൻ്റെ ഡിസിപ്ലിൻ നിലനിർത്തണമെന്ന് വിചാരിച്ചു പോയ പ്രിൻസിപ്പൾ തന്നെ പ്രതിയാകുന്ന രസകരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ദിവസമൊക്കെ ചർച്ചയുണ്ടായി എന്നല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് മൂല്യച്യുതിയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന അധ്യാപകരും പിന്നെ അത് വിട്ടുകാരും പിന്നെ ഇനിയും പിന്നെ പ്രിൻസിപ്പൾ അവരെയും പിന്നെ കണ്ണൂരിട്ടി കാണിക്കില്ലേ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കണ്ണൂരിട്ടു എന്നല്ല, അവരുടെ പ്രേരണയിലാണല്ലോ പ്രിൻസിപ്പൾ പോയത്. ഇത് പിന്നീടുണ്ടാക്കിയ ചില കാര്യങ്ങളെന്ന് പറയുന്നത് പുല്ല് ഉൾപ്പെടെയുള്ള കാടുകൾ വെട്ടുന്നതിന് പിന്നെ ഈ CDCക്ക് അധികാരം ഉണ്ടാവുകയും, കാര്യം കോളേജിൻ്റെ പിന്നെ പശ്ചാത്തല വികസനത്തിനും പിന്നെ നിർമ്മാണപരവും അതുപോലെ ക്ലീനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഈ CDC ഫോം ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ വിദ്യാർത്ഥിയും ജോയിൻ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത തുക വാങ്ങിക്കുകയും
അപ്പോൾ ഒരു 500 രൂപ ഒരു വിദ്യാർത്ഥിയുടെ പേരൻറ്റ് കൊടുത്താൽ അഡ്മിഷൻ ടൈമിൽ തത്തുല്യമായൊരു തുക ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. അപ്പം ഒരു 500 കുട്ടികൾ ചേരുന്നു. ഇപ്പം എല്ലാവർക്കും 500 രൂപ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലർക്ക് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് സെക്ഷനിലുള്ളവരെ നിർബന്ധിക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരു ആവറേജ് നമ്മളൊരു 100-200 രൂപ വെച്ച് പിരിച്ച 500 കുട്ടികൾ വന്നാൽ 500 ഗുണം 200 ഒരു ഏതാണ്ട് 1 ലക്ഷം രൂപയോളം വരാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ കൂടി സർക്കാരിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ അതുപയോഗിച്ചാണ് പലപ്പോഴും കോളേജിൻ്റെ പിന്നെ മരാമത്ത് പണികളും അല്ലെങ്കിൽ ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. ചില സമയത്തേക്ക് ലാബിലേക്ക് ആവശ്യമായ ചില എക്യുപ്മെൻറ്റ് വാങ്ങാനുമൊക്കെ CDC ഫണ്ട് അനുവദിക്കാറുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികളുടെ ഫണ്ടും സർക്കാരും കൂടെ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ അതിന് ചില സമയത്ത് ഓഡിറ്റ് ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. കാരണം അവിടുത്തെ ചോദ്യം, നിങ്ങളിത് ക്ലീൻ ചെയ്യാൻ നേരത്ത്, കാര്യം സാധാരണഗതിയിൽ 20,000 രൂപയെ കൂടുതൽ വരുന്ന ചിലവുകളാണ് ഇന്നത്തെ സമയത്ത്. അന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നു 5,000 രൂപ കണ്ടാണെന്ന് തോന്നുന്നു. 20,000 കൂടുതലാണെങ്കിൽ കൊട്ടേഷൻ വാങ്ങിച്ച് മാത്രമേ ഏത് പ്രവൃത്തിയും ചെയ്യാൻ പാടുള്ളൂ. അത് 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പത്രത്തിൽ തന്നെ പരസ്യം കൊടുത്ത് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ പുല്ല് വെട്ടുന്നതിനൊന്നും അത്രയാവില്ല. അത് ഈ 2000 സമയത്ത് ഇംഗ്ലീഷിലെ ഒരു തോമസ് വർഗീസ് സാറ് പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്നു. കാര്യം അപ്പോൾ ഈ 90-നും 2000-നും ഇടയിൽ അതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചാൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ടാവാൻ കാരണം. അപ്പോൾ തോമസ് വർഗീസ് സാറ് പിന്നെ ഈ പുല്ല് വെട്ടുന്നതിന് പുല്ലും കാടും വെട്ടുന്നത്, പിന്നെ പ്രയോഗം അങ്ങനെയായി. പുല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ മറ്റ് കാടുകളുണ്ടായി. അപ്പോൾ പുല്ലും കാടും വെട്ടുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ ക്ഷണിച്ചപ്പോൾ അന്ന് എൻ്റെ ഓർമ്മയനുസരിച്ച് ഒരു 17,000 രൂപ മറ്റോ ആണ് അതിന് കൊട്ടേഷൻ വന്നത്. കൂടുതൽ അല്ല 17,000-വും 25,000-ത്തിനും ഇടയിൽ 3-4-5 കൊട്ടേഷൻ വന്നു. അപ്പം സാറ് ആലോചിച്ചപ്പോൾ, സാറ് ഇപ്പം എന്നെ പോലെയുള്ളവരൊക്കെ നമ്മൾ കോളേജിൻ്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ചിലരെ വിളിച്ച് സംസാരിച്ചു. പിന്നെ ഞാനും ഉണ്ടായിരുന്നു, മാർട്ടിൻ സാറും ഉണ്ടായിരുന്നു. നമുക്കിത് എന്തുകൊണ്ട്, അപ്പോൾ കൊട്ടേഷൻ ഇതാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ തുകയേക്കാൾ കൂടാതിരുന്നാൽ പോരെ, ഇതിനെ കുറഞ്ഞൊരു തുകയ്ക്ക് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഗ്രൗണ്ടിലെ പുല്ല് വെട്ടുന്നതിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചിലർ വരാറുണ്ട്. അവരെ ദിവസക്കൂലിക്ക് നിർത്തി ഈ പുല്ല് വെട്ടിച്ചു. പുല്ല് വെട്ടിച്ചപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കായിക സ്പോർട്സ് വിദ്യാർത്ഥികളാണോ? അല്ല, പിന്നെ ഗ്രൗണ്ടിലെ ഫുട്ബോൾ, ഹോക്കി ഗ്രൗണ്ടിലൊക്കെ പുല്ല് വെട്ടി നിർത്തിയാലല്ലേ കുട്ടികൾക്ക് അതിനകത്ത് പരിശീലനം ചെയ്യാൻ സാധിക്കും. അപ്പം അവിടെ ദിവസക്കൂലിക്ക് വരുന്ന ചിലരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്നർത്ഥം. അവരെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ ഈ 10,000 കോട്ട് ചെയ്തെടുത്ത് ഏതാണ്ടൊരു 7,000-8,000 രൂപയ്ക്ക് അത് മുഴുവൻ ക്ലീൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന 10,000 രൂപ ഇതിനിടയിൽ നിൽക്കുന്നവർക്കായിട്ട് വീതിക്കപ്പെടുകയാണ്. അപ്പോൾ ദിവസക്കൂലിക്ക് നിന്നപ്പോൾ, അപ്പോൾ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 2010 അതിൽ ഒരുപാട് ആ കാര്യത്തിൽ കാര്യം, പിന്നെ 2000-ന് ശേഷം ഞാനും മാർട്ടി സാറും ഉള്ളപ്പോൾ മാർട്ടി സാറായിരുന്നു CDCയിലെ അധ്യാപകരുടെ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും സാറും കൂടെ ചേർന്നാണ് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും
2011 ഞാൻ പോരുന്നത് വരെയും തുടർച്ചയായിട്ട് കോമ്പൗണ്ട് പിന്നെ ക്ലീനിങ്ങിൽ ഇങ്ങനെ ദിവസക്കൂലിക്ക് ആളിനെ നിർത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഈ ചില പിന്നെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാറി വരുമ്പോൾ അവർ പറ്റത്തില്ല, ഇതിങ്ങനെ കൊട്ടേഷൻ വിളിക്കണം, പിന്നെ ഇല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് അപ്പം നമ്മളിങ്ങനെ വിളിപ്പിക്കും. അങ്ങനെ വിളിച്ചപ്പോൾ ഒരു പ്രാവശ്യം, അപ്പോൾ 2000-ലാണല്ലോ ഈ 17,000 രൂപ പറഞ്ഞു. അപ്പോൾ 2009-10 ആയപ്പോഴത്തേക്ക് അത് 50,000 രൂപ വരെയായി കൊട്ടേഷൻ വിളിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കൽ 30,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കോട്ട് ചെയ്യുന്നതിൻ്റെ 40-50% തുക കൊണ്ട് നമ്മൾ ഈ ക്ലീനിങ് ചെയ്യും. ദിവസക്കൂലിക്ക് നിർത്തിയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനെയാണ് ഞാൻ സത്യത്തിൽ നമ്മൾ ഈ പ്രതിബദ്ധത എന്ന് പറയുന്നത്, കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ വേണം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ CDCയിലെ ഫണ്ടെന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും പേരൻ്റ് കൊടുക്കുന്നതാണ്. ചില PG വിദ്യാർത്ഥികൾ അവർ തന്നെ ശനി ഞായറും തൊഴിലിന് പോയി കിട്ടുന്ന തുക കൊടുക്കുന്നവരാണ്. അപ്പോൾ അത് വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ രൂപയും നമ്മൾ അതിന് തത്തുല്യമായ ഗവൺമെൻറ് പറഞ്ഞാൽ ടാക്സ്ഡ് എമൗണ്ടിൽ നിന്ന് വരുന്നതാണല്ലോ. അപ്പോൾ അത് ഓരോ രൂപ ചിലവഴിക്കുമ്പോഴും നമ്മളത് വിദ്യാർത്ഥിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, ഇത് വിദ്യാർത്ഥിയുടെ കുടുംബത്തിലെ റിസോഴ്സാണ് എന്നുള്ളത് അങ്ങനെ ഉദ്യോഗസ്ഥർ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിൽ പോകുമ്പോൾ സർക്കാർ ധരിക്കുന്നത് അത് അനാവശ്യ ചിലവ് ഒഴിവാക്കും എന്നാണ്. പക്ഷേ കമ്മിറ്റഡായ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ സർക്കാരിൻ്റെ സാങ്കേതികത്വത്തിലും എത്രയോ കുറഞ്ഞ തുകയ്ക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എനിക്കൊരു ഏറ്റവും കുറഞ്ഞ 2000 മുതൽ 2011 വരെയുള്ള മഹാരാജാസിലെ എൻ്റെ അനുഭവം കാണിക്കുന്ന അതാണ്. അപ്പം ഞാനിത് ഇത്രയും വിശദമായി പറഞ്ഞത് ഈ സംഭവത്തിലും ഞാൻ മനസ്സിലാക്കാൻ കാരണം സർക്കാരിൻ്റെ ഒരു നയമാണ്. 1980-കളോടടുത്ത ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ തിരുവനന്തപുരത്ത് നിന്നിട്ട ഒരു ഓർഡർ സൃഷ്ടിച്ചതും അത് ക്യാമ്പസിൽ തന്നെ ഡിസിപ്ലിൻ പ്രോബ്ലം ഉണ്ടാക്കുന്നതും അതിൽ പ്രിൻസിപ്പൾ ഒരു പ്രതിയായി മാറുന്ന രസകരമായ സംഭവവും. അത് ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും പ്രിൻസിപ്പളിനെ ഒരു പ്രതിയാക്കണം എന്ന ചിന്തയില്ല, അവർക്ക് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രിൻസിപ്പൾ ഇതായിപ്പോയി. കാര്യം ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ പലപ്പോഴും ഇത്തരം നാടകീയ മുഹൂർത്തങ്ങൾ സിനിമയിലും നാടകത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഒരു നയം ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ സംഭവിക്കുന്നതും ഫോളോ അപ്പ് മെഷർ ഇല്ലാത്തത് കൊണ്ട് അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും, അതിനെ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമാവലികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത്. അപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു പോയിന്റ് സാർ, പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ എന്നാണ്. പല സ്ഥലത്തും വർക്ക് ചെയ്തതല്ലേ? അതെ, സാറിന് പല സ്ഥലത്തും വർക്ക് ചെയ്തപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഒരു പ്രതിബദ്ധതയുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രതിബദ്ധതയുള്ള പല അധ്യാപകരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ചെയ്യുന്നതിന് തന്നെ നിമിത്തമായത് മാർട്ടിൻ സാറിനെ പോലെ പ്രതിബദ്ധതയുള്ള കാര്യം. അദ്ദേഹത്തിന് ഔദ്യോഗികമായ ചില സ്ഥാനങ്ങളുണ്ടായിരുന്നു, എനിക്ക് അങ്ങനത്തെ സ്ഥാനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല. കാര്യം എൻ്റെ ഒരു ചിന്താഗതിയുടെ പ്രശ്നം കൊണ്ടാണ്. മഹാരാജാസ് മാത്രം നോക്കണ്ട സാർ, മറ്റു കോളേജുകളിൽ വർക്ക് ചെയ്തു. മറ്റു കോളേജിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രതിബദ്ധതയുണ്ടായി കണ്ടിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു വിക്ടോറിയ കോളേജിലെ ഫിസിക്സിലുണ്ടായിരുന്ന ഒരു രാമകൃഷ്ണൻ സാറുണ്ടായിരുന്നു. ആ സാറ് പലപ്പോഴും വീട്ടിൽ രാവിലെ 9 മണിയാകുമ്പോൾ കോളേജിൽ വരും.
പലപ്പോഴും 6 മണി 6:30 ആകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുക. അപ്പോൾ അതുവരെ പിന്നെ ഈ പ്രത്യേകിച്ച് 4 മണി കഴിഞ്ഞിട്ട് കോളേജിൽ മൊത്തം ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലും ഒരു ഫർണിച്ചർ ചിലപ്പോൾ കുട്ടികൾ പുറത്തെടുത്തുകൊണ്ട് പോയി ഇട്ടേക്കും. അവരവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോകും. സാറ് തന്നെ അത് എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ക്ലാസ് മുറികളിലിടും. അതല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ലാസ്റ്റ് ഗ്രേഡിൽ വരുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ച് ആ റൂം തുറന്ന് അതിനകത്ത് കൊണ്ടുവന്നിടും. അത് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇങ്ങനെ പ്രതിബദ്ധതയുള്ള ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ ചാലക്കുടിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മുരുകൻ ബാബു മാഷുണ്ടായിരുന്നു. ഇതേപോലെ കമ്മിറ്റഡായിട്ട് പലപ്പോഴും തൻ്റെ അധ്യാപക ജോലിക്കും അപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറെടുപ്പുള്ള ഒരു. അതുപോലെ ഞാൻ പിന്നെ തിരൂർ വർക്ക് ചെയ്യുമ്പോൾ, തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നാരായണൻ സാറുണ്ടായിരുന്നു. സാറും ഇതേപോലെ കമ്മിറ്റഡായ. അതുപോലെ കാസർഗോഡ് കോളേജിലായിരുന്നപ്പോൾ ഒരു നമ്പൂതിരി സാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പേര് പറയാൻ പോയാൽ ധാരാളം പേര് നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ കോഴിക്കോട് മീഞ്ചന്ത കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു രാജേന്ദ്രൻ സാറുണ്ടായിരുന്നു, ഹിന്ദിയിലെ രാജേന്ദ്രൻ സാർ. ഇതേപോലെ കമ്മിറ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു. ചിലരുടെ പേരാണ് ഞാൻ ഇപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് ചില പേരുകൾ പറഞ്ഞു. പക്ഷെ അതേപോലെയുള്ള സാറ് പറയുമ്പോഴും അതെല്ലാം ചുരുക്കത്തിലേക്ക് വന്നു. അപ്പം അതിനർത്ഥം ബഹുഭൂരിപക്ഷവും പ്രതിബദ്ധത കുറഞ്ഞ അധ്യാപകർ അല്ല. അത് ഈ പ്രതിബദ്ധത കുറഞ്ഞവർ അല്ല, പ്രതിബദ്ധത ഉള്ളവർ കുറവാണ് എന്ന് പറയുന്നതിനോടല്ല. നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം മഹാരാജസിലുണ്ടായിരുന്ന മെറ്റിൽഡ ടീച്ചറിനെ പോലെ പ്രതിബദ്ധത കാണിക്കുന്ന സ്ത്രീ അധ്യാപകർ അവരുടെ ഫാമിലി ഇതുകൊണ്ട് പലപ്പോഴും കഴിയാതെ പോകാറുണ്ട്. കാര്യം കുട്ടികളുണ്ട്, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ചില പലരുടെ ഹസ്ബൻഡ് സ്ഥലത്ത് കാണത്തില്ല. അപ്പോൾ ഫാമിലി, അപ്പോൾ പൊതുവെ സ്ത്രീകളായ അധ്യാപകർ എത്രയും വേഗം വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് അവർക്ക് പ്രതിബദ്ധത ഇല്ല എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഒരു 25-30% അധ്യാപകർ, അതെനിക്ക് തോന്നുന്നു ഈ ശതമാനം ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥിക്കും ബാധകമാണ്. അവർ പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു 25-30% കാണും. ബാക്കി ഒരു 50% ആളുകൾ നമ്മൾ പ്രതിബദ്ധത കാണിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ കൂടും. അങ്ങനെയല്ല, പ്രതിബദ്ധതയില്ലാതെ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് പറയുന്നൊരു ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ ഈ 50% അവരോട് ഒത്തുനിൽക്കും. കാര്യം അവർക്ക് പിന്നെ മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് പൊതുകാര്യങ്ങളിൽ ഒന്നിൽ ഇടപെടാൻ സമയമില്ലാത്തതോ അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ട് ഇടപെടാത്തതോ ആവാം. അപ്പം അതുകൊണ്ട് ഭൂരിപക്ഷം പേരും പ്രതിബദ്ധത ഇല്ലാത്തവരാണ് എന്നാൽ പ്രതിബദ്ധത പ്രകടപരമായി കാണിക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. അതേപോലെ അതിന് വിഘാതമായി നിൽക്കുന്നതും സമാനമായൊരിതുണ്ട്. അപ്പോൾ ബാക്കി അതിനിടയിൽ ഒരു 50% ന്യൂട്രലായി നിൽക്കുകയാണ്. അപ്പം അത് നമുക്ക് എവിടെയാണ്, ഇപ്പം ചരിത്രം പഠിച്ചതാണല്ലോ ഹാഷിം. ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് ബഹുജനങ്ങളല്ല. ആ വിപ്ലവത്തിന് ബീജാവാപം ചെയ്തത് വിരലിൽ എണ്ണാവുന്ന തത്വചിന്തകരായിരുന്നു. പക്ഷെ അത് സാമൂഹിക സാഹചര്യം അനുകൂലമായപ്പോഴത്തേക്ക് അവരുടെ ചിന്ത പടർന്ന് പന്തലിച്ചു. ആ ചരിത്രത്തിൽ എപ്പോഴും കാണാം. കാരണം ഇപ്പോൾ ബാലഗംഗാധര തിലകനെ ഗാന്ധിജിയെ പോലെ തന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്ന ആളാണ്. പക്ഷേ ഈ ഇന്ത്യൻ സമൂഹം
ഒരു സ്വാതന്ത്ര്യ സമരത്തെ ഒരു വലിയ മുന്നേറ്റമാക്കി മാറ്റാൻ പാകപ്പെട്ടു വന്നിരുന്നില്ല. കാര്യം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സമയത്ത് പ്രതിബദ്ധതയ്ക്ക് പോയിട്ട് പിന്നെ ഞാൻ ഈ കാസർഗോഡ് വെച്ച് വളരെ കുറച്ചാലേ കാസർഗോഡ് ഇരുന്നിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ ചില പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഒരു അധ്യാപകൻ എന്നോട് വന്ന് സ്വകാര്യമായി പറഞ്ഞു, കോളേജൊക്കെ കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന റൂമിൽ വന്നിട്ടാണ് സാറിന് ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് വിചാരമില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം അത് വിചാരിച്ചത് എനിക്ക് കാസർഗോഡ് കോളേജ് വളരെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി റിട്ടയർമെൻറ്റ് വരെ ഇവിടെ തുടരും എന്നും അതിനെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് സാറത് ദ്വയാർത്ഥത്തിലാണ് പറഞ്ഞത്. കാരണം സാറിൻ്റെ കയ്യും കാലും പോകാതിരിക്കണം, മിണ്ടാതിരിക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് വിഘാതം പറഞ്ഞ സന്ദർഭങ്ങളും ഉണ്ട്. അത് ആ സാഹചര്യം അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മൾ ആ വിഘാതം ഉണ്ടാക്കാതെ തന്നെ പ്രതിബദ്ധതയ്ക്കുള്ള ഇടങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവം കാണിക്കുന്നത്. ഞാനത് എവിടെ പോയാലും ഏത് കോളേജിലായാലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു.